നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ഊഴം പിറവിയെടുത്ത് 100 ദിവസം പിന്നിടുമ്പോൾ ഇപ്പോഴും സർക്കാർ ചലനാത്മകമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ചില പ്രഖ്യാപനങ്ങളുമായി അവർ രംഗത്ത് വരികയാണ്. കാര്യം പുതിയതൊന്നുമല്ല, പറഞ്ഞു പഴകിയ കാര്യങ്ങൾ തന്നെ. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി പലപ്പോഴായി ബി.ജെ.പിയും മാറി മാറി വന്ന എൻ.ഡി.എ സർക്കാരുകളും മുന്നോട്ട് വെക്കുന്ന ആശയമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ ഇനിയും വൈകില്ലെന്ന സൂചനയാണ് ഇപ്പോൾ വീണ്ടും നൽകുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ ആശയം ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ ആവശ്യമായ നടപടികൾ അണിയറയിൽ പുരോഗമിക്കുകയാണെന്നാണ് അവരുമായി അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനിടെ നരേന്ദ്രമോദി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നതായാണ് ലഭ്യമായ വിവരം. മുമ്പും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ കേന്ദ്രം ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനും 100 ദിവസത്തിനുള്ളിൽ സമന്വയിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താനുമാണ് സമിതിയുടെ ശുപാർശ. നിയമ കമ്മീഷനും ഇത് ഉടൻ ശുപാർശ ചെയ്യുമെന്നാണ് വിവരം. 2029 മുതൽ ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ സർക്കാരിന്റെ 3 തലങ്ങളിലും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനും തൂക്ക് സഭ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം പോലുള്ള അവസരങ്ങളിൽ ഏകീകൃത സർക്കാരിനുള്ള വ്യവസ്ഥയും നിയമ കമ്മീഷൻ ശുപാർശ ചെയ്യാനാണ് സാധ്യതയെന്ന് വിലയിരുത്തപ്പെടുന്നു. ബി.ജെ.പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ സുപ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ എന്നതും നടപടികളുടെ ആക്കം കൂട്ടും. എങ്കിലും ഇക്കാര്യത്തിൽ പഴയതുപോലെയല്ല, സർക്കാരിന് കടമ്പകൾ ഏറെയുണ്ട് മുന്നിൽ. മുന്നണി സംവിധാനം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന മൂന്നാം മോദി സർക്കാരിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം അസാധ്യമാണ്. അതിനാൽ തന്നെ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ അഭിപ്രായം കൂടി ഇതിന് പരിഗണിക്കേണ്ടി വരും. എന്നാൽ വിഷയത്തിൽ ഘടകകക്ഷികളിൽ നിന്ന് പിന്തുണ ഉറപ്പാക്കാമെന്ന വിശ്വാസത്തിലാണ് അവർ. പക്ഷേ ഭരണഘടനാപരമായ വിഷയങ്ങൾ എടുത്തുകാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ സർക്കാർ നീക്കത്തെ ശക്തമായി എതിർക്കുന്നത്. നിലവിൽ കേന്ദ്രം ഇക്കാര്യത്തിൽ അതിവേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ വെല്ലുവിളികൾ ഏറെയുണ്ടെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ഒട്ടേറെ വിഷയങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട് താനും. പ്രാദേശിക ഭരണ സംവിധാനത്തിനുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെ ദേശീയ രാഷ്ട്രീയവുമായി ഒത്തുപോകുമെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. കൂടാതെ ഇന്ത്യ എക്കാലവും വിശ്വസിച്ചു പോരുന്ന അടിസ്ഥാന തത്വങ്ങളിലൊന്നായ നാനാത്വത്തിൽ ഏകത്വം പുതിയ തീരുമാനത്തോടെ ഹനിക്കപ്പെടുമെന്ന ആശങ്കയും പലരും പങ്കുവെക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രമുള്ള ഇന്ത്യക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ലെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജശോഷണം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് കാണിക്കാൻ നടത്തുന്ന പണിയാണോ ഇതെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മൂന്നാം മോദി സർക്കാർ ഒരു യു ടേൺ സർക്കാരാണെന്ന ആക്ഷേപം മറികടക്കുകയും വേണമല്ലോ.